Good morning, students. Keam 2021 ചോദിച്ച ചില ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്റഗ്രൽ ഓഫ് 1 by e raised to 2x minus 1 dx. 5 ഓപ്ഷൻസ് ആണ്. ഇത് ഏതാണ് കറക്റ്റ് നോക്കണം. ഇവിടെ നമ്മൾ ചെയ്യാൻ പോണ മെത്തേഡ് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. പക്ഷെ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ നമ്മൾ ആദ്യം ചെയ്യാൻ പോണത് e raised to 2x കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുക. അതിനുശേഷം e raised to 2x minus 1 ടി എന്ന് കൊടുക്കുക. e raised to 2x കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം e raised to 2x minus 1 ടി എന്ന് കൊടുക്കുന്നു. അപ്പൊ കൊടുത്തു കഴിയുമ്പോൾ നോക്കാം e raised to 2x into ഇവിടെ നമ്മൾ 2dx is equal to dt എന്ന് വരും. അപ്പൊ e raised to 2x dx സമയം എത്രയാണ് കിട്ടണേ? 1/2 dt. അപ്പൊ ഇവിടെ നമ്മള് ഇന്റഗ്രൽ e raised to 2x dx ന് പകരം 1/2 dt divided by e raised to 2x minus 1 വരെ t കൊടുക്കുന്നു. e raised to 2x ന് പകരം e raised to 2x minus 1 t ആണെങ്കിൽ e raised to 2x എന്തായിരിക്കും? 1 plus t ആയിരിക്കും. 1 plus t. That is 1/2 integral. ഈ 1/t into 1 plus t രണ്ടായിട്ട് മാറ്റുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നമ്മൾ ഇതിനെ ന്യൂമറേറ്ററിൽ t into 1 plus t എന്നാണ് വന്നിരിക്കുന്നത് അല്ലെ? t into 1 plus t എന്നാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ എങ്ങനെ ചെയ്യാം? t plus 1 minus t divided by t into 1 plus t. ഇവിടെ ഞാൻ എന്താ ചെയ്തേ? ന്യൂമറേറ്ററിൽ ഒരു t ആഡ് ചെയ്തു, ഒരു t സബ്സ്ട്രാക്ട് ചെയ്തു, 1 എഴുതി. അപ്പൊ t plus 1 minus t ഇത് തന്നെയാണത് അല്ലെ? t plus 1 minus t എന്ന് പറഞ്ഞാൽ 1/t into 1 plus t തന്നെയാണ്. അതിനുശേഷം ഞാൻ ഇതിനെ ഡിവൈഡ് ചെയ്യുന്നു. 1/2 ഇന്റഗ്രൽ ഈ t plus 1 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ t plus 1 ക്യാൻസൽ ആവും. ബാക്കി നമുക്ക് എന്ത് കിട്ടും? 1/t dt കിട്ടും. ഇനി ഇപ്പുറത്ത് നമുക്ക് രണ്ടാമത്തെ ടൈം എന്താ കിട്ടണേ? ടിന്റെയും ക്യാൻസൽ ചെയ്യും. ഇന്റഗ്രൽ 1/1 plus t dt. ഇനി ഇത് ഈസി ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ 1/t dt എന്താണ്? 1/2 ഇന്റഗ്രൽ log t എന്ന് വരും. മൈനസ് മറ്റേന്ന് വരും log 1 plus t. ഇന്റഗ്രേഷൻ പാർട്ട് കഴിഞ്ഞു. ഇനി അതിന്റെ സിംപ്ലിഫിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് നോക്കാം. 1/2 ഇൻറ്റു അല്ലെ log t മൈനസ് log 1 plus t എന്നാണ്. അപ്പോ log t എന്ന് പറഞ്ഞാൽ എന്താണ്? e raised to 2x minus 1 എന്നാണ്. മൈനസ് log 1 plus t എന്ന് പറഞ്ഞാൽ എന്താണ്? 1 plus t എന്ന് പറഞ്ഞാൽ e raised to 2x എന്നാണ്. e raised to 2x എന്നാണ് അല്ലെ? 1 plus t is equal to e raised to 2x ആണ്. ഇനി that is equal to നമുക്ക് എന്ത് എഴുതാം? 1/2 log e raised to 2x minus 1 minus log e raised to 2x എന്താണ്? 2x ആണ്. ഇനി ഒന്നും കൂടി നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? 1/2 log e raised to 2x minus 1 ഇവിടെ ഗുണിച്ച് ചെയ്യുമ്പോൾ x പ്ലസ് ഇങ്ങനെ ഒരു ആൻസർ ഉണ്ടോ നോക്കിയേ. 1/2 log e raised to 2x minus 1 minus x plus c അങ്ങനെ ഒരു ആൻസർ ഉണ്ട്. 1/2 log e raised to മോഡുലസ് ഉണ്ട് കേട്ടോ. മോഡുലസ് എഴുതണം. ലോഗ് എടുക്കുമ്പോൾ മോഡുലസ് എഴുതി വരിക. അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് എന്താ ആൻസർ കിട്ടും? 1/2 log modulus of e raised to 2x minus 1 minus x plus. അപ്പൊ ഓപ്ഷൻ ഇ ആണ് ആൻസർ. ഓപ്ഷൻ ഇ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്തത്? e raised to 2x കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്തു. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്തത്? e raised to 2x minus 1 ടി എന്ന് കൊടുത്തത്. അങ്ങനെ ടി എന്ന് കൊടുത്തിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഈസി ആയിട്ട് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ സാധിച്ചു. ദെൻ ടിയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമ്മുടെ ആൻസർ 1/2 log modulus of e raised to 2x minus 1 minus x plus c കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. Second question. Integral of sin 2x cos x dx. ഇതിന്റെ ആൻസർ is എന്തൊക്കെ നോക്കാം. minus 1/3 cos cubed x plus c p minus 2/3 cos cubed x plus c then c 2/3 cos cubed x plus c 2/3 cos cubed x plus c then d 1/3 cos cubed x plus c minus 4/3 cos cubed x plus c. ഇങ്ങനെ 5 ഓപ്ഷൻസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് നോക്കണം. ഇവിടെ നമ്മൾ ചെയ്യാൻ പോണത് ഇന്റഗ്രൽ ഓഫ് sin 2x cos x dx അല്ലേ?
ഇന്റഗ്രൽ സൈൻ 2x ന്റെ ഒരു ഫോർമുല ഉണ്ടല്ലോ, സൈൻ 2 തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 സൈൻ തീറ്റ കോസ് തീറ്റ. ആ ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ 2 സൈൻ എക്സ് കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് ഡി എക്സ്, ദാറ്റ് ഈസ് 2 ഇൻറ്റു സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സിന് എന്ത് എഴുതാം? കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കോസ് എക്സിന് നമ്മൾ ടി എന്ന് പുട്ട് ചെയ്യുന്നു. കോസ് എക്സിന് ടി എന്ന് പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? സൈൻ എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡി ടി വരും. അപ്പൊ ഇവിടെ നമുക്ക് 2 ഇൻറ്റു ഇന്റഗ്രൽ, ഇവിടെ സൈൻ എക്സ് ഡി എക്സിന് വരും മൈനസ് ഡി ടി. അപ്പൊ നമുക്ക് -2 പുറത്ത് എഴുതാം, ഡി ടി ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ്. കോസ് എക്സ് എന്ന് പറഞ്ഞ ടി ആണ്. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്നത് ടി സ്ക്വയർ ഡി ടി കിട്ടും. അപ്പൊ -2 ഇൻറ്റു ടി സ്ക്വയറിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ടി ക്യൂബ് ബൈ 3 എന്ന് വരും. ദാറ്റ് ഈസ് -2/3 ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് എക്സ് ആണ്. അപ്പൊ കോസ് എക്സ് ഹോൾ ക്യൂബ് പ്ലസ് സി എന്ന് പറഞ്ഞാൽ -2/3 കോസ് ക്യൂബ്ഡ് എക്സ് പ്ലസ് സി എന്ന് ആൻസർ. അങ്ങനെ ആൻസർ ഉണ്ടോ നോക്കിയേ? -2/3 കോസ് ക്യൂബ്ഡ് എക്സ് പ്ലസ് സി. ആൻസർ ഏതാണ്? നമ്മുടെ ആൻസർ -2/3 കോസ് ക്യൂബ്ഡ് എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. -2/3 കോസ് ക്യൂബ്ഡ് എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്. ഇവിടെ നമ്മൾ ചെയ്തത് എന്താണ്? സൈൻ ഇന്റഗ്രേഷൻ ബൈ ട്രിഗണോമെട്രിക്കൽ ഐഡന്റിറ്റീസ്. ഇന്റഗ്രേഷൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു മെത്തേഡാണ് ഇന്റഗ്രേഷൻ ബൈ ട്രിഗണോമെട്രിക്കൽ ഐഡന്റിറ്റീസ്. അപ്പൊ സൈൻ 2x ന്റെ ഫോർമുല നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് സൈൻ 2x ന്റെ ഫോർമുല? 2 sin x cos x. അപ്പൊ 2 sin x cos x എന്നുള്ള ഫോർമുല അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 sin x cos x എന്ന് കൊടുത്താൽ 2 sin x into cos square x വരും. cos x നമ്മൾ t യിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമുക്ക് വളരെ ഈസി ആയിട്ട് അതിനെ t യിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കുന്നു, ഇന്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. നമുക്ക് ആൻസർ കിട്ടുന്നു. ആൻസർ -2/3 cos cubed x പ്ലസ് c എന്ന ആൻസർ കിട്ടും കേട്ടോ. ഓക്കെ, എല്ലാവരും എഴുതിയെടുത്തോളൂ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Next question. Integral 1/1 plus cos square x into sin square x dx. ഇതിന്റെ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. tan inverse sin x plus c, tan inverse cos x plus c, cot inverse sin x plus c, cot inverse cos x plus c, x plus c. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പോൾ 1/1 plus cot square x into sin square x dx. ഇതിനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന മെത്തേഡ്, ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്ന മെത്തേഡ് 1 plus cot square x ന് പകരം 1 plus cot square x ന് പകരം t എന്ന് കൊടുക്കുന്നു. 1 plus cot square x ന് പകരം t എന്ന് കൊടുക്കുന്നു. 1 plus cot square x എന്ന് പറഞ്ഞാൽ എന്താണ്? 1 plus cot square x എന്ന് പറഞ്ഞാൽ നമുക്കറിയാം cosec square x dx ആണ്. cosec square x ആണ്. അപ്പോൾ നമ്മൾ ഇന്റഗ്രൽ ഓഫ് 1/1 plus cot square x ന് പകരം നമ്മൾ cosec square x കൊടുക്കുന്നു. cosec square x into sin square x. cosec square x into sin square x എന്താണ്? 1 ആണ് dx. ഇന്റഗ്രൽ 1 dx ആണ്, ഇന്റഗ്രൽ x ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? x plus c എന്ന് ആൻസർ കിട്ടും. ഓപ്ഷൻ ഇ ആണ് ആൻസർ. വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റി. 1 plus cot square x ന് പകരം നമ്മൾ cosec square x ന് കൊടുത്തു. cosec square x into sin square x എന്താണ്? cosec square x into sin square x എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇന്റഗ്രൽ ഓഫ് 1 dx എന്ന് വരും. അതിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x വരും. അപ്പൊ x plus c, ഓപ്ഷൻ ഇ ആണ് ഇതിന്റെ ആൻസർ കേട്ടോ. അപ്പൊ ഇത് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഇവിടെ നമ്മൾ ഏത് ഫോർമുല അറിഞ്ഞിരിക്കണം? 1 plus cot square x എന്നുള്ളത് cosec square x എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഈ ടൈപ്പ് പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ ധാരാളം ചെയ്ത് പഠിക്കുക. കീമിന് നല്ല സ്കോർ വാങ്ങിക്കുക കേട്ടോ.